കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് സംശയത്തിന്റെ പുറത്തെന്ന ബിലാസ്പൂർ NIA കോടതി. കേസ് ഡയറി പരിശോധിക്കുമ്പോൾ ഇക്കാര്യമാണ് മനസ്സിലാകുന്നതെന്നും കോടതി. 9 ദിവസത്തിനു ശേഷം ഉപാധികളോടെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത്. കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം NIA അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണം. 2 ആഴ്ചയിലൊരിക്കൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും ഉപാധി. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനോ പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നും ഉപാധി. വിധിപ്പകർപ്പ് മീഡിയ 1-ന് ലഭിച്ചു. അരവിന്ദുണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, 9-ാം നാളിൽ അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ആ ജാമ്യം ഉപാധികളോടെയാണ്, കർശന ഉപാധികളാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ആ ജാമ്യ ഉത്തരവിൽ, വിധിപ്പകർപ്പിൽ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയുടെ വാദപ്രതിവാദങ്ങളിൽ ഉണ്ടായിരുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി, എന്തായാലും 9-ാം നാൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവർ ജയിലിൽ നിന്ന് മോചിതരാകും. കാരണം ഇപ്പോൾ ബിലാസ്പൂരിലെ NIA കോടതിയുടെ ജാമ്യ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. 7 ജാമ്യ വ്യവസ്ഥകളാണ് കന്യാസ്ത്രീകൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. അതായത് 5000 രൂപയും 2 ആൾ ജാമ്യവും, അതുപോലെ തന്നെ NIA കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടുപോകാൻ പാടില്ല, പാസ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കണം, കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം NIA അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണം, അതുപോലെ തന്നെ 2 ആഴ്ചയിലൊരിക്കൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കുവാൻ പാടില്ല, ഇത്തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, ഇതുകൂടാതെ തന്നെ മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണമോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ആ കോടതി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നമുക്കറിയാം, NIA കോടതിയിൽ വലിയ രീതിയിലുള്ള വാദം നടന്നിരുന്നു. ഈ വാദം നടക്കവേ ചില നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് ഈ പ്രതികളെന്ന് ആരോപിക്കുന്ന ആ കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തു എന്ന സംശയത്തിലാണ് FIR എടുത്തതെന്നാണ് ഒരു ആരോപണം, അതുപോലെ തന്നെ ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം വെറും സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേസെടുത്തതെന്ന് തന്നെ കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. കേസ് ഡയറി പരിശോധിക്കുമ്പോൾ ഇതാണ് വ്യക്തമാകുന്നതെന്നാണ് ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. എന്തായാലും കേസന്വേഷണം നടക്കും, അതുപോലെ തന്നെ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നിയമ നടപടികൾ തുടരും. എപ്പോൾ വേണമെങ്കിലും ഒരു ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ അവർ ഹാജരാകണം എന്നൊരു വ്യവസ്ഥ കൂടി ഇതിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ ജാമ്യം ലഭിച്ചത് മാത്രമല്ല, ഇനി ഈ കേസ് അത് റദ്ദാക്കുന്നത് വരെയുള്ള നിയമ പോരാട്ടങ്ങൾ തുടരണം. അല്ലാതെ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി മുന്നിലുണ്ട്, നിയമ പോരാട്ടം മുന്നിലുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും വലിയ ആശ്വാസം നൽകുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദുൽഗിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ബജറംഗ് ദൾ പ്രവർത്തകർ അവിടേക്ക് എത്തി പ്രതിഷേധിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ റെയിൽവേ പോലീസ്, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ പോലീസ് ആദ്യം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്, പിന്നീട് പോലീസ് ഏറ്റെടുക്കുന്നു. പിന്നീട് കീഴ്ക്കോടതി അവരെ റിമാൻഡ് ചെയ്യുന്നു. സെഷൻസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ സെഷൻസ് കോടതി വ്യക്തമാക്കിയത് ഇത് ഞങ്ങളുടെ പരിഗണനയിൽ വരുന്നൊരു വിഷയമല്ല, നിങ്ങൾ NIA കോടതിയിൽ പോകൂ എന്നതായിരുന്നു സെഷൻസ് കോടതി വ്യക്തമാക്കിയത്. പൂർണ്ണമായും വഴിയടഞ്ഞൊരു സാഹചര്യത്തിലായിരുന്നു ഈ കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നത്. ബജറംഗ് ദൾ പ്രവർത്തകർ അന്ന് സെഷൻസ് കോടതിക്ക് പുറത്ത് നടത്തിയ പ്രകടനവും അതുപോലെ തന്നെ ബഹളങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിന് പിന്നാലെ NIA കോടതിയിൽ വലിയ ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നു. പിന്നീട് കേസ് ഡയറി അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് കൃത്യമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് കോടതി ഇപ്പോൾ 2 കന്യാസ്ത്രീകൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, നീണ്ട പോരാട്ടം കഴിഞ്ഞ 8 ദിവസമായി വലിയ രീതിയിലുള്ള ദുരിതത്തിലായിരുന്നു ഈ കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം അല്പസമയത്തിനകം പൂർത്തിയാകും. കാരണം ബിലാസ്പൂരിലെ NIA കോടതിയിലെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഡിജിറ്റൽ, അതായത് ഇമെയിലായി എത്തിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ തന്നെ നേരിട്ട് ദുർഗ് ജയിലിലേക്ക് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി എത്തുന്നതോടെ കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാകും. UDF അതുപോലെ തന്നെ LDF BJP നേതാക്കൾ നിലവിൽ ദുർഗിലുണ്ട്. അവർ രാവിലെ തന്നെ ഈ ജാമ്യം നൽകിയതുള്ള വാർത്ത വന്നപ്പോൾ ദുർഗ് ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. കന്യാസ്ത്രീകളുടെ സഹോദരങ്ങൾ എത്തിയിരുന്നു. വൈകാരികമായ രംഗങ്ങളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ അവർ ഒരിക്കലും ഇത്തരം ചെയ്യാത്തൊരു കുറ്റം അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും വ്യക്തമാക്കുന്നത്. എന്തായാലും കേസന്വേഷണം തുടരുമെന്ന് തന്നെ കോടതിയുടെ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നു. എന്തായാലും നമുക്കറിയാം, ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് ഈ കേസ് റദ്ദാക്കണമെന്നും അടക്കമുള്ള നിലപാടുകൾ ഇനി ഏറെ നിർണായകമാകും. പക്ഷേ ഛത്തീസ്ഗഡ് BJPയുടെ നിലപാട് നമ്മൾ ഈ ജാമ്യം ലഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ കണ്ടതാണ്. സമൂഹ മാധ്യമത്തിലൂടെ കന്യാസ്ത്രീയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് BJP രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ മതപരിവർത്തനവും മനുഷ്യ
വിഴുങ്ങുകടത്തലും നടത്തുന്നവർക്ക് കോൺഗ്രസ് പിന്തുണയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ BJP ഛത്തീസ്ഗഡ് പങ്കുവച്ചത്. അതിൽ കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ പെൺകുട്ടികളെ കഴുത്തിൽ കയറ് കെട്ടി കൊണ്ടുപോകുന്ന ചിത്രമായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കന്യാസ്ത്രീകളുടെ കാലിൽ വിഴുന്നു കിടക്കുന്നത് ആ ചിത്രത്തിലുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള അധിക്ഷേപം കന്യാസ്ത്രീകൾക്കെതിരെ ഛത്തീസ്ഗഡ് BJP തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നെത്തിയ BJP നേതാക്കൾ അതൊന്നും മുഖവിലേക്കെടുക്കുന്നില്ല. അവർ പറയുന്നത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ തങ്ങൾക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ജാമ്യം ലഭ്യമായതെന്നാണ്. തങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട എന്നതാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ BJP നേതാക്കളുടെ ഇരട്ടത്താപ്പ് പുറത്തായതാണ് പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. UDF നേതാക്കൾ അടക്കം നമുക്കറിയാം നിരവധി തവണ അവർ ഇവിടെ എത്തി കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അതായത് ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർക്കില്ല എന്ന ഉറപ്പായിരുന്നു നൽകിയിരുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ വലിയ സുരക്ഷ, നമുക്കറിയാം ദുർഗ് ജയിലിൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾ അടക്കം നിരത്തി